Next problem 4. Solve the initial value problem ty dash plus 2y is equal to 4t square where y of 1 is equal to 2. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിന് പകരം സോൾവ് ചെയ്യാൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തരികയാണെങ്കിൽ അതിനാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം പറയുന്നത്. y of 1 is equal to 2 എന്ന് പറയുന്നത്. അതായത് നമ്മളിത് ഇക്വേഷൻ ഇപ്പോൾ നേരത്തെ ഉള്ള ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ y is equal to ഒരു ഫംഗ്ഷൻ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സി നമുക്ക് എന്ത് വേണമെങ്കിലും വരാം. സിക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ടല്ലേ, റിയൽ നമ്പറിലെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് സി വരാം. അപ്പോൾ ഓരോ സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓരോ സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. ഇപ്പോൾ സി 1 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, സി 2 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, 3 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, 100 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, 1000 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, അങ്ങനെ നമുക്ക് സിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴും ഓരോ അപ്പോൾ സൊല്യൂഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. കിട്ടുന്ന y എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒറ്റ സൊല്യൂഷൻ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഈ y is equal to 2 എന്ന് പറഞ്ഞ ഗിവൺ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ആ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൂടി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യാം. വൈയും വൈൻ്റെ ഡെറിവേറ്റീവും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്, ലിനിയർ ആണ് അല്ലേ. വൈയും വൈൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഹയർ പവേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ലിനിയർ ആണ്. ആൾസോ ഈ ഒരു സൈഡിൽ ഉണ്ട് അല്ലേ, ഈക്വൽ ടു 4t സ്ക്വയർ ആണ്. അപ്പോൾ g of x എന്ന് പറയുന്ന ഫോമിലാണ്. ഇപ്പോൾ നോൺ ഹോമോജീനിയസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം അല്ലേ. ദിസ് ഈസ് എ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് റീറൈറ്റിംഗ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു സ്റ്റാൻഡേർഡ് ഫോം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്താ സ്റ്റാൻഡേർഡ് ഫോം? y ഡാഷ് പ്ലസ് പി ഓഫ് ടി y ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെയൊക്കെ ഇവിടെ y ഡാഷിൻ്റെ കൂടെ ഒരു ടി ആണ് അധികമായിട്ടുള്ളത് അല്ലേ, കോഎഫിഷ്യൻ്റ് ടി. അപ്പോൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് ഞാനൊരു ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? y ഡാഷ് പ്ലസ് 2/t ഇൻറ്റു y വിച്ച് ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പുതിയൊരു ഇക്വേഷൻ ആക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതാരും മറക്കരുത്. ഈ മുകളിലുള്ള ഇക്വേഷനെ കൊണ്ടുപോയിട്ട് ആരും എന്ത് ചെയ്യരുത്, മൾട്ടിപ്ലൈ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അതായത് ത്രൂ ഔട്ട് ആയിട്ട് ടി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് y ഡാഷ് പ്ലസ് 2/t ഇൻറ്റു y വിച്ച് ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2/t കിട്ടി. ഇനി നമ്മൾ ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റഗ്രൽ 2/t dt. 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/t dt വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു ln മോഡ് ടി എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇതെന്തായി? അതായത് ഇൻറ്റഗ്രൽ 1/t എന്ന് പറയുമ്പോൾ ln മോഡ് ടി. സോ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു ln മോഡ് ടി സ്ക്വയർ, സോറി ln മോഡ് ടി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഹെൻസ് ഇത് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ മ്യൂ ഓഫ് ടി എന്താ നമുക്ക് ഉണ്ടാവുക? മ്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു അല്ലേ. എന്താ നമുക്ക് കിട്ടി? 2 ഇൻറ്റു ln മോഡ് ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇ പവർ 2 ഇൻറ്റു ln മോഡ് ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എ ഇൻറ്റു ln എക്സ് എന്ന് പറയുന്ന ഫോമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിച്ച് ഈസ് ഈക്വൽ ടു ln എക്സ് പവർ എ എന്ന് എഴുതാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്കിത് എന്ത് എഴുതാൻ പറ്റും? ഈ 2 ln ടി മോഡ് ടീനെ, ഈ 2നെ ഞാൻ എനിക്ക് ടീൻ്റെ പവർക്ക് എടുക്കാൻ പറ്റും. സോ അതെന്തായിട്ട് മാറി? ഈ പവർ ln ടി സ്ക്വയർ എന്നായി മാറി. പിന്നെ എക്സ്പോണൻഷ്യലും ലോഗരിതം കൂടി ക്യാൻസലായി പോയിട്ട് എന്ത് വരും? ടി സ്ക്വയർ എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ടി സ്ക്വയർ എന്ന് കിട്ടി. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടറിനെ കൊണ്ട് നമ്മുടെ ഇക്വേഷൻ 1 അതായത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്ത് ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടി സ്ക്വയർ ഇൻറ്റു y ഡാഷ് പ്ലസ് 2/t ഇൻറ്റു ടി സ്ക്വയർ y വിച്ച് ഈസ് ഈക്വൽ ടു 4t ക്യൂബ് എന്ന്. ഓക്കെ, അതായത് അവിടെ 4t ഇൻറ്റു ടി സ്ക്വയർ ആണ്. അങ്ങനെയാണ് നമുക്ക് 4t ക്യൂബ് എന്ന് കിട്ടിയത്. ഇനി നമ്മളിവിടുത്തെ ഈ ടിയും ഒരു ടിയുടെയും ക്യാൻസൽ ചെയ്ത് പോവും. സോ അതെന്തായിട്ട് മാറും? ടി സ്ക്വയർ y ഡാഷ് പ്ലസ്
2ty വിച്ച് ഈസ് ഈക്വൽ ടു 4t ക്യൂബ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാം എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു ടേം. ഏകദേശം ഇപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരുന്നുണ്ടാവും എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുകയെന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഇതന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും t² × y'. അപ്പോൾ ഒരു ഫംഗ്ഷൻ t² അടുത്ത ഫംഗ്ഷൻ y ആണെന്ന് കിട്ടും. ഇനി പിന്നെ നമ്മൾ അങ്ങനെ എഴുതിയതിന് ശേഷം നമുക്കങ്ങനെ എല്ലാ കേസിലും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. സോ നമ്മളിവിടെ d(t² y) എന്ന് എഴുതി അതിനുശേഷം നമ്മൾ അതിനൊന്ന് എന്ത് ചെയ്യുക, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ തൊട്ട് മുകളിലുള്ള സംഭവം തന്നെയാണോ കിട്ടുന്നതെന്ന് റഫായിട്ട് സൈഡിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് t² y' പ്ലസ് 2 × y ഈസ് ഈക്വൽ ടു 4t²ന് നമ്മൾ എന്തിനെ ഡെറിവേറ്റീവ് ചെയ്യണതാണ്, d(t² y) എന്ന് എഴുതുന്നതാണ്. സോ അതെന്തായിട്ട് മാറി, d(t² y) ഈസ് ഈക്വൽ ടു 4t ക്യൂബ് എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യുക, എന്നും ചെയ്യണ കാര്യങ്ങൾ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡ്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്തായിട്ട് മാറും, t² y ആയി മാറും. RHSൽ എന്ത് വരും, ഇൻ്റഗ്രൽ 4t³ dt എന്ന് വരും. 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 4 പുറത്തേക്ക് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ t³ dt വിച്ച് ഈസ് ഈക്വൽ ടു t⁴ 4 × 4 എന്ന് വന്നു. സോ നമുക്ക് ഈ 4ഉം 4 കൂടെയും ക്യാൻസലായിട്ട് എന്ത് വന്നു, t⁴ പ്ലസ് c എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, t² y വിച്ച് ഈസ് ഈക്വൽ ടു t⁴ പ്ലസ് c എന്ന് കിട്ടി അല്ലേ. എന്നാണ് നമ്മളിപ്പോൾ സാധാരണ ഒരു പ്രോബ്ലം പറയുമ്പോൾ ഇതുവരെ ചെയ്തിട്ട് നിർത്താറ് അല്ലേ. t² y ഈസ് ഈക്വൽ ടു t⁴ പ്ലസ് c എന്ന് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ y ഇനിയിപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ന് വരും t² പ്ലസ് c ഡിവൈഡഡ് ബൈ t² എന്ന് കൂടി എഴുതിയിട്ട് അവിടെ നിൽക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, സീൻ്റെ ഓരോ വാല്യൂസിനും വൈൻ്റെ വാല്യൂ മാറും അല്ലേ. c 1 ആകുമ്പോഴും c 0 ആകുമ്പോഴും c 1000 ആകുമ്പോൾ c 100 ആകുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് ഫംഗ്ഷൻ വേറെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഗിവൺ കണ്ടീഷൻ തന്നിട്ടുണ്ട് y(1) = 2. നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിക്ക് ഒരു എക്സാക്റ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ y = കിട്ടുന്നത് എന്താണ്, ഒരു യുണീക്ക് സൊല്യൂഷനായിട്ട് മാറും എപ്പോൾ, അങ്ങനെയുള്ള കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്, y(1) = 2 എന്ന്. y(1) = 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, t = 1ഉം y = 2ഉം ഇവിടെ ഇത് മുകൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, t² × y, t എന്താ 1² × y 2, 1 × 2 പ്ലസ് t⁴ 1⁴ പറയുന്നത് 1 1 + c എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു c, which implies that c is equal to 2 minus 1 is equal to 1. അപ്പോൾ നമുക്ക് cൻ്റെ വാല്യൂ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. Hence the solution of the initial value problem is t² y is equal to t⁴ 4 പ്ലസ് 1 എന്ന് കിട്ടി. എന്താ കിട്ടിയത്, t² y ഈസ് ഈക്വൽ ടു t⁴ പ്ലസ് 1, സിക്ക് പകരം 1 എന്ന് കിട്ടി. അപ്പോൾ അതായിരുന്നു ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരുന്നു, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ p(t) dt എന്ന് പറയുന്ന ഫോം വെച്ചിട്ട് കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ആ സീൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തത്. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്, ഇവിടെ നമ്മൾ ഈ ടി എവിടെയൊക്കെയാണെന്ന് നമ്മൾ ഈ പ്രോബ്ലങ്ങളിലൊക്കെ എഴുതേണ്ടതാണ്. ഇവിടെ t greater than 0 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എന്തിനാണ് ഇവിടെ t greater than 0 തന്നിരിക്കുന്നത് നോക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് പ്രോബ്ലത്തിൽ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. ഇവിടെ t × y' പ്ലസ് 2y = 4t² എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ t = 0 എന്നാണ് കൊടുത്തു വിചാരിച്ചോ. t = 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുക, ഈ y' ടേമേ ക്യാൻസലായി പോകും. ഇപ്പോൾ പിന്നെ ഇവിടെ 2y = 4t² എന്ന് വരും. സോ നമുക്കത് പറ്റില്ല. ഇപ്പോൾ എന്ത് വരും, y' കോയിഫിഷ്യൻറ്റ് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, t എന്ന് പറയുന്നത് നമുക്ക് 0 എടുക്കാൻ പറ്റില്ല. ആൻഡ് t greater than 1 തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ സൊല്യൂഷനിലേക്ക് കൂടെ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്തുകൊണ്ട് ടി എന്ന ലെസ് ദാൻ, അതായത് 0 അല്ലേ പറ്റാത്തുള്ളൂ, 0ക്ക് t greater than 0 പറ്റുമെന്ന് പറഞ്ഞു, അത് മനസ്സിലായിരുന്നു. എന്തുകൊണ്ട് t less than 0 വന്നിരിക്കുകയെന്ന് നോക്കാൻ, പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷനാണ് എടുക്കുന്നത്. സൊല്യൂഷനിൽ നമുക്ക് എന്താണ്, ടീൻ്റെ ഈവൻ പവേഴ്സാണ് അല്ലേ, t² t⁴ ഒക്കെയാണ്. അപ്പോൾ ഈവൻ പവേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ ഒരു
സൊല്യൂഷനിലുള്ളത്. അപ്പോൾ ഈ ഈവൻ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, -1² എന്ന് പറഞ്ഞാലും 1 തന്നെ വരും അല്ലേ. നെഗറ്റീവ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവിടെ പോസിറ്റീവ് ഹോൾ തന്നെ വരുന്നത്. സോ നമുക്ക് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും ടി എന്ന് പറയുന്നത് >0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതൊന്നിങ്ങനെ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ.